ഇന്ന് നമുക്ക് ദമ്മാലു ഉണ്ടാക്കാം. ഇതിനു വേണ്ടി ചെറിയ ഉരുളക്കിഴങ്ങാണ് നമുക്ക് എടുക്കേണ്ടത്. ചെറിയ ഉരുളക്കിഴങ്ങ് സ്ക്രബ്ബർ ഉപയോഗിച്ച് നന്നായി കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇടുക. മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരെ ബോയിൽ ചെയ്യുക. തണുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്ക് തണുത്ത ഉരുളക്കിഴങ്ങില് ദ്വാരങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഇതിനു വേണ്ടി നമുക്ക് ഒരു ഫോർക്ക് ഉപയോഗിക്കാം. കറിയിലെ മസാല എല്ലായിടത്തും പിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അടുത്തതായി ഒരു മിക്സിയുടെ ബൗൾ എടുത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, 2 മീഡിയം സൈസ് സവാള ഇട്ടതിന് ശേഷം നന്നായി തന്നെ അരച്ചെടുക്കുക. 2 ടേബിൾ സ്പൂൺ എണ്ണയിൽ 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് പൊട്ടിയതിന് ശേഷം അരപ്പ് ചീനച്ചട്ടിയിൽ ഇട്ട് കൊടുക്കുക. ഒപ്പം ഉപ്പും ചേർക്കുക. സവാള പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് 2 മീഡിയം സൈസ് തക്കാളി മിക്സിയിൽ അരച്ചെടുക്കാം. സവാള നന്നായി ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് തക്കാളിയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം 3 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വയ്ക്കാം. അടപ്പ് തുറന്ന് തക്കാളി നന്നായി തന്നെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ വീതം മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് കുരുമുളകും കായപ്പൊടിയും ഇട്ട് 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കിയെടുക്കാം. ഇത് ഈ ലായനി നമുക്ക് ടൊമാറ്റോയിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കി അടച്ചു വെക്കാം. 3 മിനിറ്റ് നേരം കുക്കാവട്ടെ. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒപ്പം തന്നെ 1 ടീസ്പൂൺ പാൽപ്പാടയും 1/4 ടീസ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുത്ത് 3 മിനിറ്റ് നേരം അടച്ചു വയ്ക്കുക. തുറന്നാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദമ്മാലു റെഡിയായി. ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് മല്ലിയില സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ദമ്മാലു റെഡിയായി. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദമ്മാലു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളയാതെയാണ് ഇവിടെ നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഓക്കേ.